സ്കൂൾ ബസ് വരാൻ 15 മിനിറ്റ് മാത്രം ബാക്കിയുള്ളപ്പോൾ കുട്ടികളുള്ള വീടുകളിലൊക്കെ വലിയ തിരക്കാവും. യൂണിഫോം അയൺ ചെയ്യണം, കുട്ടികളെ കുളിപ്പിക്കണം, ഷൂ വൃത്തിയാക്കണം തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ലാസ്റ്റ് മിനിറ്റുകൾ ചെയ്യാനുണ്ടാവും. ഒടുവിൽ എല്ലാം കഴിയുമ്പോൾ ക്ലോക്കിൽ 2 മിനിറ്റ് മാത്രം ബാക്കിയാവും. ഈ സമയത്താവും പ്രാതൽ. ഇത്തിരി മാത്രം കഴിച്ച കുട്ടികൾ സ്കൂളിലേക്ക് ഓടും. എന്നാൽ പ്രാതൽ ഒഴിവാക്കുന്നത് നമ്മുടെ കുട്ടികളുടെ പഠനത്തെയും ആരോഗ്യത്തെയും ഗുരുതരമായി ബാധിക്കുമെന്ന കാര്യം പലർക്കും അറിയില്ല. കുട്ടികളിൽ ശാരീരിക വളർച്ച നടക്കുന്ന കാലഘട്ടം വളരെ പ്രധാനപ്പെട്ടതാണ്. നിസ്സാര തിരക്കുകൾ കാരണം ഒരു ദിവസത്തെ പ്രാതൽ ഒഴിവാക്കുന്നത് ശാരീരിക വളർച്ചയെ പ്രതികൂലമായി ബാധിക്കും. എല്ലുകളുടെയും മാംസത്തിന്റെയും വളർച്ചയാണ് ഇത് പ്രധാനമായും ബാധിക്കുന്നത്. യുവത്വത്തിലേക്ക് കുട്ടികൾ എത്തുമ്പോൾ തുടർന്ന് വന്ന അനാരോഗ്യ പ്രവണത രോഗാവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്യും. അസ്ഥിവേദനയിൽ തുടങ്ങി ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. കൂടാതെ ഭക്ഷണം ഒഴിവാക്കുന്നത് ദഹന വ്യവസ്ഥയെ താറുമാറാക്കുകയും അതുവഴി പഠനത്തെ ശ്രദ്ധിക്കാൻ കുട്ടികൾക്ക് സാധിക്കാതെ വരികയും ചെയ്യും. പഠനം മികച്ച രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ കുട്ടികളുടെ ശരീരത്തിൽ ഊർജം അനിവാര്യമാണ്. പ്രാതലിലൂടെയാണ് 11 മണി വരെയുള്ള ഊർജം കുട്ടികളുടെ ശരീരം സമാഹരിക്കുന്നത്. പുതിയ സാഹചര്യത്തിൽ സ്കൂളുകൾ അനുവദിക്കുന്ന 11 മണി സ്നാക്ക് ബ്രേക്ക് ഗുണകരമാണ്. ശരീരത്തിൽ ഊർജമില്ലെങ്കിൽ തലച്ചോറിന് കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ സാധിക്കില്ല. ഇതുവഴി കുട്ടികൾ പഠനത്തെ പിന്നാക്കം പോവുകയും ചെയ്യും. കുട്ടികളെ പഠിക്കാത്തതിന് കുറ്റം പറയുന്ന മാതാപിതാക്കൾക്ക് പലപ്പോഴും ഇത്തരം സുപ്രധാന ഘടകങ്ങളെ കൂട്ടിവായിക്കാൻ സാധിക്കാറുമില്ല. പഠിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും ഗ്രഹിക്കാൻ കഴിയാത്തത് മറ്റു പല കാര്യങ്ങൾ കൊണ്ടാണെന്ന് മാതാപിതാക്കൾ ധരിക്കുകയും ചെയ്യും. രാവിലെ കുട്ടികൾക്ക് ഊർജ്ജക്കുറവുണ്ടോ എന്ന് അധ്യാപകരോട് ചോദിച്ച് മനസ്സിലാക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. പ്രാതലിൽ നിന്ന് ആവശ്യമായ പോഷകം ലഭിക്കുന്നില്ലെങ്കിൽ പോഷക ഗുണമുള്ള മെനുവിലേക്ക് മാറണം. ശാരീരികാരോഗ്യം പോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്നതാണ് മാനസികാരോഗ്യവും. കുട്ടികളിൽ ഉണ്ടാവുന്ന ചെറിയ മാറ്റങ്ങൾ പോലും സൂക്ഷ്മമായി വിലയിരുത്തിയാൽ മാത്രമേ പഠനത്തിൽ പിന്നിലാവുന്നത് മുതൽ നിരവധി കാര്യങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ നമുക്ക് സാധിക്കൂ. അപ്പോൾ ഹെൽത്തി ആയിരിക്കുക.